ഞാൻ ഇന്നലെ മുതുക്കി നിൽക്കുകയായിരുന്നു. മുതുക്കി ഗ്യാരേജ് അല്ല, മുതുക്ക് റിപ്പയറിന് അവിടെ നിന്നപ്പോഴത്തേക്ക് ഏതോ ഒരു പെണ്ണല്ല ആരോ ഫണ്ണാർപ്പി കളിച്ചതാ. എൻ്റെ ദേഹത്ത് ഒരു പെണ്ണ് വന്ന് കയറി, എന്റെ ബാക്കിൽ കയറി ഇരുന്ന്. ഞാൻ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങല്ല, ഞാൻ എക്സോ അടിച്ച് ഇയോ അടിച്ച് എന്നിട്ട് ഇറങ്ങല്ല. ഇത് എന്റെ ദേഹത്തുനിന്ന് പോണില്ല. ഞാൻ T/എസ്കോട്ട് അടിച്ച് T/എസ്കോട്ട് അടിക്കുന്ന സമയത്ത് അവിടെ നിന്ന ഒരാളുടെ ദേഹത്ത് എന്റെ കൈ കൊണ്ടപ്പം തന്നെ ഞാൻ പറഞ്ഞു, ബ്രോ അറിയാതെ പറ്റിപ്പോയതാണ്, സോറി എന്ന് പറഞ്ഞ്. ഞാനായിട്ട് ഇന്നേ വരെ MRCയിൽ ഒരു വള്ളി ഒരിടത്ത് പോയി ഒറ്റയ്ക്ക് എടുത്തിട്ടില്ല. എൻ്റെ അടുത്ത് കൂൾ ഡൗൺ ആണെന്ന് പറഞ്ഞ്, എൻ്റെ അടുത്ത് മാക്കും പറഞ്ഞ്, എല്ലാവരും പറഞ്ഞു കൂൾ ഡൗൺ ആണ്, ഒരിടത്തും പോയി വള്ളിയൊന്നും പിടിക്കല്ലേ, നമുക്ക് ഇങ്ങോട്ട് വന്ന് നമ്മൾ അത്ര ഇതാക്കിയാൽ മാത്രം നമ്മൾ തിരിച്ച് നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ലീഡറിനെ അറിയിച്ചിട്ട് മാത്രമേ ഒരു ഇഷ്യൂ എടുക്കാവൂ, അല്ലാതെ ചെയ്യില്ലെന്ന് പറഞ്ഞു. ഇന്നലെ മൊത്തം ഉണ്ടായിരുന്നു. എന്നിട്ട് അവസാനം ഇറങ്ങാൻ നേരത്തെ ഇവന്റെ ദേഹത്ത് കൈ തട്ടി എന്നും പറഞ്ഞ് ഇവ എന്നെ അടിച്ച് KVL ഒരുത്ത, അവന്റെ പേര് എന്തോ മൈക്ക് അങ്ങനെ എന്തോ ആണ്, എന്ത് മൈരാവട്ടെ, ഇവന്റെ ദേഹത്ത് കൈ തട്ടിയെന്നും പറഞ്ഞ് ഇവ എന്നെ ഞാൻ എന്റെ ദേഹത്ത് ഞാൻ തട്ടിയപ്പോഴത്തേക്ക് അടിച്ചെന്നാ തോന്നണം, ഇവ എന്നെ തിരിച്ചടിച്ച്. ഞാൻ പറഞ്ഞു അടിക്കണതിന് മുമ്പ് ഞാൻ ഇവന്റെ അടുത്ത് ബ്രോ അറിയാതെ തട്ടിയതാണ്, സോറി എന്ന് പറഞ്ഞ്. എന്നിട്ട് ഇവൻ നടന്നു പോയിട്ട് എന്ന് പറഞ്ഞാൽ ഇവൻ ഇത് തട്ടി അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇവ എന്നെ അടിച്ചത്. ഇവന്റെ ദേഹത്താണോ തട്ടിയെന്ന് പോലും എനിക്ക് അറിയില്ല. ഇവ എന്നെ വന്ന് അടിച്ചതിന് ശേഷം ഞാൻ ഇവന്റെ അടുത്ത് നീ സോറി പറഞ്ഞാ? ഞാൻ സോറി പറഞ്ഞതിന് ശേഷം ഞാൻ ഇവന്റെ അടുത്ത് ബ്രോ അറിയാതെ തട്ടിയതാണെന്ന് പറഞ്ഞതിന് ശേഷം ഇവ എന്നെ അടിച്ചതിന് അപ്പം ഞാൻ പറഞ്ഞു ബ്രോ ഞാൻ അറിയാതെ തട്ടിയെന്ന് പറഞ്ഞല്ലോ, ഞാൻ ബ്രോ അടുത്ത് സോറി പറഞ്ഞതില്ല. അത് ഞാൻ സോറി അപ്പം ഇവന്റെ അടുത്ത് പറഞ്ഞു ഞാൻ സോറി കേട്ടില്ല, സോറി കേട്ടില്ല അതുകൊണ്ട് അടിച്ചതെന്ന്. ഞാൻ പറഞ്ഞു ബ്രോ ഞാൻ പറഞ്ഞു ബ്രോ എന്ന് പറഞ്ഞപ്പോൾ ഇവന്റെ അടുത്ത് പറയല്ലേ കിട്ടേണ്ടത് കിട്ടിയല്ലോ, കിട്ടിയല്ലോ ഇനി പൊയ്ക്കോ. ഇതാണ് അവന്റെ അടുത്ത് തിരിച്ചു പറയണത്. കിട്ടിയല്ലോ അപ്പൊ ഇനി പൊയ്ക്കോ, ഇനി സംസാരിക്കേണ്ട പൊയ്ക്കോ. എന്നിട്ട് രാജുഭായ് സിറ്റുവേഷനിൽ രാജുഭായ് എപ്പോഴും തന്നെ വന്ന് ഞാൻ വിചാരിച്ചു ഇവന്മാർക്ക് അറിഞ്ഞൂടെ, ഞാൻ ഗ്യാങ് ഡ്രസ്സിലല്ലായിരുന്നു, ഇവന്മാർക്ക് ചിലപ്പോൾ അറിഞ്ഞൂടെ ആയിരിക്കും ഞാൻ MRC ആണെന്ന് അറിഞ്ഞൂടെ ആയിരിക്കും. ഓക്കെ വാട്ട് എവർ. രാജുഭായ് വന്നിട്ട് രാജുഭായ് പറഞ്ഞ് ഇത് എന്റെ ഗ്യാങ്ങിലെ പിള്ളേരാണ്, എടാ ഇത് മൈക്ക് ഇത് എന്റെ ഗ്യാങ്ങിലെ പിള്ളേരാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇവ എൻ്റെ അടുത്ത് വീണ്ടും ബ്രോ ഇല്ലെങ്കിൽ ബ്രോ അത് കുഴപ്പമില്ല വിട്ടേരെ, മര്യാദയ്ക്ക് ഇവന് സംസാരിച്ചാൽ മതി. ഇവ എൻ്റെ അടുത്ത് സംസാരിച്ച രീതി എങ്ങനെയാണെന്ന് അറിയാമോ? അവന്റെ അടുത്ത് മര്യാദയ്ക്ക് വാടച്ച് പോവാൻ പറ, അവന്റെ അടുത്ത് കൂടുതൽ കൊണക്കല്ലെന്ന് പറ. നീ കുരയ്ക്കാതെ, എന്റെ അടുത്ത് പറഞ്ഞതേ നീ കുരയ്ക്കാതെ മര്യാദയ്ക്ക് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ബ്രോയും കൂടുതൽ കുരയ്ക്കണ്ട, ഞാൻ ഇത്രയും നേരം നിങ്ങളുടെ അടുത്ത് മര്യാദയ്ക്കാണ് സംസാരിച്ചത്, ബ്രോയും കൂടുതൽ കുരയ്ക്കണ്ട. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ ഇതൊന്ന് വായിൽ എന്തെങ്കിലും കുത്തിത്തിരിവിട്ട് പൊയ്ക്കോളെ അവന്റെ അടുത്ത് പറയണത്. അപ്പൊ ഞാൻ ഇതിലൊരു കാര്യമേ പറഞ്ഞോളൂ. ഞാൻ ഇന്നലെ എന്റെ സിറ്റുവേഷൻ നടന്നപ്പോഴത്തേക്ക് അവിടെ ഷേക്കും ഉണ്ടായിരുന്നു, മേക്കും ഉണ്ടായിരുന്നു, അപ്പാപ്പ ഉണ്ടായിരുന്നു, രാജുഭായ് ഉണ്ടായിരുന്നു, കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാരും വന്നിട്ട് ഷേക്ക് ഉൾപ്പെടെ ഷേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഷേക്ക് അവിടെ വന്നിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് സംസാരിക്കാം, നമുക്കത് കാസ്ട്രോക്ക് ഇന്നും കൂടെ പുറത്ത് സംസാരിച്ചതേ ഉള്ളൂ. പുറത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതേപോലെ തന്നെയാണ് TV അവിടെ ഉള്ളത്, സിറ്റിയിലുള്ളത്. TVയെ നമ്മൾ എങ്ങനെയാ ട്രീറ്റ് ചെയ്യണത് ഒന്ന് പറഞ്ഞേ. ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം പറയും. TVയെ നമ്മൾ അങ്ങോട്ടും TVയിൽ വാസവണ്ണം പറഞ്ഞ ഒരു കാര്യമുണ്ട്, MRCയിൽ മെമ്പർ വന്ന് നമ്മൾ അടിച്ചാൽ പോലും എന്റെ ഭാഗത്തുനിന്ന് ഒരു സംസാരം ഇല്ലാതെ നിങ്ങൾ ആരും തിരിച്ചില്ല. നമുക്ക് എപ്പോഴും ആ ഗ്യാങ് ഹൗസിൽ കയറി പോകാനുള്ള ഒരു അധികാരം പോലും നമുക്കുണ്ട്, മനസ്സിലായ? അവരെ മെമ്പേഴ്സ് ആയാലും നമ്മളെയും കാട്ടി അത്രയും മെമ്പേഴ്സ് ഉള്ള ഒരു ടീമാ. അവര് നമ്മളെങ്ങനെയാ ട്രീറ്റ് ചെയ്യണത്? എന്നിട്ട് നമ്മൾ മാത്രം അവിടെ പറഞ്ഞെന്താറിയോ, എല്ലാരും പറഞ്ഞെന്തറിയോ, നമ്മളായിട്ടൊരു പ്രശ്നത്തിന് പോവല്ലേ, നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം. അവർ ഇങ്ങോട്ട് വന്നാലും നമ്മളായിട്ട് ഒന്നിനും എടാ എനിക്കിത് പറ്റി കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഈ സിറ്റുവേഷൻ ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ തയ്യാറാണ്, എനിക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. പക്ഷെ നമ്മളെ ഗ്യാങ്ങിലെ ഈ MRC എന്ന് വിശ്വസിച്ച് വന്ന ബാക്കി 34 പേരുണ്ട്. എന്നെ കൂട്ടണ്ട വിട്ടോ, എന്റെ ഇന്നലെ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് പോയി. ഇവന്മാര് എന്ന് നമ്മളെ പ്ലക്കാൻ വന്നാലും നമ്മൾ എന്താ നിന്ന് കൊടുക്കണോ? നമ്മൾ ഇവന്മാര് പറയണത് മൊത്തം കേട്ടിട്ട് നമ്മൾ ഒന്നും മിണ്ടാതെ പോണോ? ഇങ്ങോട്ട് റെസ്പെക്ട് ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാ ഞാൻ പറഞ്ഞു, കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ മാത്രം എന്തിനാ നിൽക്കുന്നത്? കാസ്ട്രോ എടുത്ത് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം, ഇതിൽ ഒരിക്കലും കാസ്ട്രോയ്ക്ക് ഒരു ഹേറ്റ് കൊടുക്കാനോ കാസ്ട്രോ ഇതിലില്ല, മനസ്സിലായോ? നമ്മളെ ബ്രദേഴ്സിനെ വന്ന് തൊട്ടിട്ട് നമ്മൾ അയ്യോ കാസ്ട്രോ ആണ് അവരുടെ ലീഡർ അതുകൊണ്ട് നമ്മൾ പോയിട്ട് തൊടാൻ പറ്റൂല, അങ്ങനെ ഒരു സംഭവം ഇല്ല. അതേ ഞാനും അതേ പറഞ്ഞോളൂ. കാരണം ഞാൻ ഒരു കാര്യം വീണ്ടും പറഞ്ഞത്, കാസ്ട്രോ ഇന്നത്തെ സിറ്റുവേഷനിൽ ഇല്ല, കാസ്ട്രോ എടുത്ത് ഒരു ഹേറ്റും ഇല്ല. കാസ്ട്രോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇത് അതിനു മുമ്പേ സോൾവ് ചെയ്ത് വിട്ടാനെ, എനിക്ക് അത്രേ പറയുള്ളൂ. പക്ഷേ ഇന്നലത്തെ ഫസ്റ്റ് സിറ്റുവേഷൻ അത് കഴിഞ്ഞിട്ട് ഉള്ള ആൾക്കാർ ഇതിനെ കുറിച്ച് നിങ്ങളെ POV എന്താന്ന് പറ.
ഞാൻ പറയട്ടെ, ഇന്നലെ ഓക്കെ റാമ്പ് ഫസ്റ്റത്തെ കഴിഞ്ഞിട്ട് അവനാ മിണ്ടായിരുന്നിട്ട് രണ്ടാമത് ചെന്നപ്പോ അവൻ പിന്നെ പറഞ്ഞ് വായല് എന്താണ് എന്തെങ്കിലും കയറ്റി വെച്ചിരുന്നു. അതൊന്നും ശരിയല്ല. നമ്മൾ ഓക്കെ നമ്മൾ ആവശ്യത്തിനൊക്കെ നമ്മള് കുഞ്ഞിക്കുന്നു വിചാരിച്ചിട്ട് നമ്മളെ കൊതത്തിൽ അടിക്കാൻ വന്ന നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ഒരു ആവശ്യമില്ല. അതാ ഞാൻ പറഞ്ഞത്, അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മള് പറയട്ടെ ഷമീർക്ക, ഇതെന്താ സംഭവിച്ചാല് ഇത് അവരോട് പോയിട്ട് കാര്യം നമ്മൾ സംസാരിക്കണം. അവൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം. വെറുതെ അത് വലിച്ച് പുറത്തേക്ക് ഇടൂ, ഇങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം ഇത് മനസ്സിൽ നമുക്ക് കാര്യം കറക്റ്റ് അറിയില്ല. ഇനി അവർക്ക് എന്തെങ്കിലും മനസ്സിൽ അവരുടെ എന്തെങ്കിലും നമ്മുടെ ആരോടെങ്കിലും ഹെയ്റ്റ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം. വെറുതെ വച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഷമീർക്കായും ബന്ധപ്പെട്ട ആൾക്കാർ മാക്കും അവരൊക്കെ പോയി ഷെയ്ക്കൊക്കെ കൂടി പോയി സംസാരിച്ച് ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ വെറുതെ നമ്മൾ എല്ലാവരും സിറ്റിയിൽ കളിക്കുന്ന ആൾക്കാരെ ഇപ്പൊ നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തൊട്ടേനും പിടിച്ചതിനൊക്കെ അടിയായി പിടിച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ആർപിയും കളിക്കാൻ പറ്റില്ല, അവർക്ക് അവരുടെ ആർപിയും കളിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ അത് സംസാരിച്ച് ക്ലിയർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്ക് പറയാനുള്ള ഞാൻ പറയാം, POV എന്റെ മുത്ത എന്റെ ഈ POV എന്ന് ഒന്ന് ചാറ്റി പറയണവരടുത്ത് എന്റെ POV ഇല്ല. ഞാൻ ഇന്നലെ ലൈവ് അല്ലായിരുന്നു. ഞാൻ ലൈവ് അല്ലെന്നുണ്ടെങ്കിൽ അപ്പാപ്പന്റെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഞാൻ ലൈവ് അല്ലെന്നുണ്ടെങ്കിലും ഞാൻ ഈ കൂട്ടത്തിൽ എന്നും RP ഇവരടുത്ത് ആരെടുത്ത് ചോദിച്ചാലും അറിയാം, എന്നും RPയിൽ കയറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ലൈവ് ഇല്ലെങ്കിൽ ഞാൻ എന്നും RP കയറും. മനസ്സിലായ? ഇവരെ കൂടെ രാത്രി 3 മണി അപ്പാപ്പൻ്റെ അടുത്ത് ഞാൻ എത്ര മണി വരെ ഞാൻ അപ്പാപ്പ രാത്രി RP കളിക്കാൻ നിൽക്കണത്? ഞാൻ എപ്പോഴാ പോണത്? ഞാൻ ലൈവ് എൻഡ് ചെയ്താലും ഞാൻ പിന്നെ വന്ന് അവരുടെ അടുത്ത് കുറെ നേരം അവരുടെ അടുത്ത് സംസാരിച്ച് അവരെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് എനിക്ക് പള്ളി പിടിക്കാനായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് എന്തണ്ടി എനിക്ക് കാണിക്കായിരുന്നു. മനസ്സിലായ? ഞാൻ ഇത്രയും നാൾ ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്തൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴത്തേക്ക് അത് നമ്മൾ വെളിയിൽ സംസാരിക്കുക എനിക്കുണ്ടായത് ഓക്കെയാ. ഈ ബാക്കി ഇത്രയും ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട്. മനസ്സിലായ? ഇവന്മാർക്ക് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മളെന്തോ മൂടി കെട്ടിയിട്ട് മറ്റേ അണ്ടി ചുരുട്ടി വെച്ചിട്ട് അവിടെ ഇരിക്കണോ? എന്റെ അടുത്ത് ഒരു സംഭവം വന്നായിരുന്നു. ഞാൻ പറഞ്ഞു സോറി പറഞ്ഞത് അവിടെ സോൾവ് ആക്കിയതുമാണ്. അത് വേറെ, അത് എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക്. ഇത് എനിക്ക് തോന്നില്ല, ഇപ്പൊ റാമ്പോ പറഞ്ഞ കേട്ടിട്ട് എനിക്ക് തോന്നില്ല നിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത്. ഇതിപ്പോ ഇങ്ങോട്ട് റെസ്പെക്ട് ഇല്ലാണ്ട് നമ്മൾ അങ്ങോട്ട് എന്റെ ഭാഗത്ത് അല്ല ഷമീറ, എന്റെ ഭാഗത്ത് പറഞ്ഞത് നമ്മൾ ആർക്കും ഉറപ്പ് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മള് കാസ്ട്രോയിന്റെ തലപ്പത്തേക്ക് വിചാരിച്ച് നമ്മൾ കുഞ്ഞു കൊടുക്കാൻ നമ്മൾ ആരും ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ ഓക്കെ നിങ്ങളെല്ലാരും എല്ലാരും ആദ്യം പറഞ്ഞ മുതൽ തന്നെ ഫസ്റ്റ് സിറ്റുവേഷൻ അത് ഉണ്ടായപ്പം റാംബോ എല്ലാരും ചെയ്ത പോലെ തന്നെ ഒന്നും പറഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല. അവന് കഴിഞ്ഞ അത് അവൻ മതി റാംബോ എന്ന് പറഞ്ഞപ്പോ നിർത്തി. രാജുഭായി വന്ന് പറഞ്ഞപ്പോ നിർത്തി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പോയിട്ട് അത് സോൾവ് ചെയ്യുന്ന രീതിയിൽ ഇവരൊക്കെ വന്ന് സംസാരിക്കുമ്പോ വീണ്ടും അവരത് ഭയങ്കര നെഗറ്റീവായിട്ട് റാംബോ എടുത്ത് സംസാരിക്കണത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ആദ്യത്തെ സിറ്റുവേഷനിൽ ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി. അത് കഴിഞ്ഞ് റാംബോ മതിയടാ എന്ന് പറഞ്ഞപ്പോ റാംബോ ഒന്നും മിണ്ടിയില്ല. ഒരു മിനിറ്റ്, സിറ്റിക്കകത്താണ് സംഭവം അല്ലേ? സിറ്റിക്കകത്ത് സംസാരിക്കാം. ഓസിൽ സംസാരിക്കേണ്ടതിനെ പറ്റി നമുക്ക് സിറ്റിക്കകത്ത് സംസാരിക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ മേക്ക് പോയാ? ഞാൻ ഒരു കാര്യം പറയട്ടെ മേക്കെ. ഇന്നലെ അല്ലല്ല ഒരു ഒറ്റ കാര്യം ഇന്നലെ സിറ്റിയിൽ ഉണ്ടായ സംഭവത്തിന് ഇന്നലെ ഞാൻ ഇത് അവിടെ വെച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഒരു കോലീഡർ ഷേഖ് എന്റെ അടുത്ത് പറഞ്ഞ എന്താ അറിയോ, നമുക്കിത് പുറത്ത് സംസാരിച്ചു തീർക്കാന്ന്. പുറത്ത് ഇത് സംസാരിച്ചു തീർക്കാം, നമുക്ക് കാസ്ട്രോ വിളിച്ച് അങ്ങനെ എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞത്. ഇപ്പൊ ഇതകത്ത് സംസാരിക്കാന്ന് പറയണം. RP കയറാം, ഇതകത്ത് സംസാരിക്കാം. അകത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് പിന്നെ അവിടെ സംസാരിക്കാനുള്ള ഫ്രീഡം തരണം. മനസ്സിലായ? എന്തോ ആയിക്കോട്ടെ, നമുക്ക് അകത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് ഇത് അവിടെ സംസാരിക്കാനുള്ള ഇത് എനിക്ക് തരണം. അവിടെ പിന്നെ റെസ്പെക്ട് ലീഡർ കോ ലീഡർ എന്നൊന്നും പറഞ്ഞ ആരും പറ്റില്ല. എനിക്ക് സംസാരിക്കാനുള്ള കാര്യം ഞാൻ അകത്ത് സംസാരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത് എന്ത് സിനാരിയോ ആണെങ്കിലും ആരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ന്യായകരമായിട്ടുള്ള സാധനം നമ്മളിത് RPയിൽ നടന്ന സാധനം നമ്മളിത് അകത്ത്, കാരണം ഇത് നമ്മളിങ്ങനെ പുറത്തിരുന്ന് സംസാരിച്ചാൽ ഇത് വേറൊരു രീതിക്ക് പോകത്തുള്ളൂ. മനസ്സിലായോ? നമുക്ക് ആ സാധനം നമുക്ക് വേണ്ട. നമുക്ക് അകത്തുള്ളത് അകത്തും പുറത്തുള്ള പുറത്തുവന്ന രീതിയിലാണ് നമ്മൾ ഇത്ര നാളും കൊണ്ടുപോയിട്ടുള്ളത്. സോ നമുക്ക് അത് മതിയടാ. നമുക്ക് അകത്ത് ഇരുന്ന് ഇവരുടെ വേണ്ടപ്പെട്ട ആളുകളോട് അകത്ത് നമുക്ക് സംസാരിക്കാം. അല്ല എനിക്ക് വേണ്ടപ്പെട്ട ആളെ എനിക്ക് അവന്റെ അടുത്ത് സംസാരിക്കണം. ഇന്നലെ അവൻ കൊണയടിച്ചല്ല. ഞാൻ പറയട്ടെ, ഇത് വേറെ ഫാക്ടർ ഞാൻ പറഞ്ഞത്. എനിക്ക് വേണ്ടപ്പെട്ടതെന്നല്ല പറഞ്ഞത്. എനിക്ക് വേണ്ടപ്പെട്ടതെന്നല്ല റാംബോ, ഇതിന്റെ വേണ്ടപ്പെട്ട ആളുകളുണ്ടല്ലോ. അല്ലല്ല, ഞാൻ നിനക്ക് വേണ്ടപ്പെട്ടതെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഇതിന്റെ വേണ്ടപ്പെട്ടവരുടെ അടുത്തല്ല സംസാരിക്കാനുള്ള. ഇന്നലെ എന്റെ അടുത്ത് കൊണയടിച്ചില്ല, അവന്റെ അടുത്ത് എനിക്ക് സംസാരിക്കണം.
അതാ ഞാൻ പറഞ്ഞത്. അത് നമ്മൾ അകത്ത് സംസാരിക്കുക. നമ്മൾ അത് നീ ഇപ്പൊ പറഞ്ഞ പേര് പോലും അതിന്റെ അകത്ത ആളുടെ പേര് പുറത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളത് വിടണം, നമ്മൾ വിട്ടേക്കണം. നമ്മൾ റാമ്പോ ഞാൻ സിമ്പിളായിട്ട് നമുക്കത് പുറത്ത് സംസാരിക്കണ്ട, അതല്ലേ നല്ലത്. ഇന്നലെ ഇത് ഞാൻ അകത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞതാണ് ഇതിനെ കുറച്ച് നമുക്ക് പുറത്ത് സംസാരിച്ച് തീർക്കാന്ന്. ഇത് പുറത്ത് സംസാരിച്ചിട്ടുണ്ട്, നമുക്ക് പുറത്ത് സംസാരിക്കാന്ന് എന്റെ അടുത്ത് പറഞ്ഞത്. എടാ ഇങ്ങനത്തെ സംസാരം അല്ലടാ ഉദ്ദേശിച്ചത് അന്നേരം. അല്ലല്ല, വാട്ടെവർ എന്റെ അടുത്ത് അവിടെ പറഞ്ഞ പേരെന്ന് പറഞ്ഞ കാസ്ട്രോ, അവിടെ എന്റെ അടുത്ത് പറഞ്ഞ പേര് കാസ്ട്രോ എന്നാ. കാസ്ട്രോ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിന്റെ അകത്തില്ല, കാസ്ട്രോ എന്ന് പറയുന്ന വ്യക്തി അതിന്റെ പുറത്തേ ഉള്ളൂ. അപ്പൊ ആ പേരെന്തിനാ അകത്ത് കൊണ്ടുവന്നത്? അകത്തത് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് അത് പറയാം. ബാ കുഴപ്പമില്ല, വാട്ടെവർ വാ, അകത്ത് സംസാരിക്കാം. റാംബോ ഹലോ. അല്ല നിങ്ങക്ക് ഇത് അകത്ത് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അകത്തെന്ത് അല്ലടാ സംസാരിക്കണ്ടേ, നമുക്ക് സംസാരിക്കാം. അവന്മാര് അകത്ത് പറയാം. ഇപ്പൊ മേക്ക് പറയല്ലേ അകത്ത് സംസാരിക്കാന്ന് പറയല്ലേ. റെസ്പെക്ട് ചെയ്യാം, മേക്കിനെ റെസ്പെക്ട് ചെയ്യാം, അകത്ത് സംസാരിക്കാം. ബാ, എന്നിട്ട് എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞ ഷമീർക്ക് സംസാരിച്ച് നിങ്ങളെ മെമ്പേഴ്സിന്റെ ഇതാ നിങ്ങൾക്ക് അറിയണ്ടത്. നിങ്ങൾക്ക് എന്താ ഇതിൽ തോന്നുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് സംസാരിക്കാം. സംസാരിച്ച് തീരട്ടെ, നമ്മൾ വെറുതെ ഇതാക്കിയിട്ട് കാര്യമില്ല. സംസാരിച്ച് തീർക്കട്ടെ. അതായത് ഞാനും പറയുന്നതെന്ന് വെച്ചാൽ മാക്ക് ഇപ്പൊ ഇതുവരെ വന്ന് പറഞ്ഞ സ്ഥിതിക്ക് സിറ്റിക്കകത്തൊന്ന് കൊണ്ടുപോവാ എന്നാ ഞാൻ പറയുന്നത്. എത്ര പേര് ഇതില് റാംബോന്റെ ഭാഗത്ത് റൈറ്റ് ആന്ന് ചിന്തിക്കുന്നവർ എത്ര പേരുണ്ട്? റാംബോ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്. റാംബോന്റെ അടുത്ത് ആവശ്യമില്ലാതെ പറഞ്ഞ കേസ്, റാംബോന്റെ അടുത്ത് വന്ന സിറ്റുവേഷൻ ഓക്കെ, റാംബോയുടെ ഭാഗത്താണ് ശരി. പക്ഷെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിപ്പോ സിറ്റിക്കകത്ത്, കാരണം ഇത് റാംബോ പറഞ്ഞ POV-യിലാണെന്നുണ്ടെങ്കിൽ റാംബോയുടെ ഭാഗത്ത് തെറ്റില്ല. കാരണം റാംബോ ഓൾറെഡി ഇടിച്ചതിന് പോയി സോറി പറഞ്ഞിട്ട് അതിന്റെ ആവശ്യമില്ല. അത് കറക്റ്റ് ആണ്, അത് പറഞ്ഞ പക്ഷെ ഇത് ഇങ്ങനെ മെമ്പേഴ്സിന് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പറഞ്ഞ സ്ഥിതിക്ക് ഒരാളെ ഇറസ്പെക്ട് ആയിട്ട് ചെയ്യണ ഒരു കാര്യം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് മുത്തേൽമേക്ക് കാര്യങ്ങളൊന്നും ഇല്ല. അവർ കോൾ ലീഡറാണ്. അപ്പൊ അവന്റെ വാക്ക് നമുക്ക് അനുസരിച്ച് അവർക്ക് അവന്മാർക്ക് എങ്ങനെയാണോ തീർക്കുക ആവശ്യം അതേ നമുക്ക് തീർക്കാം. എന്റെ പേര് പറയും. ഹലോ റാംബോ, റാംബോ ബിലാലാ. ഞാൻ ഒരു സൊല്യൂഷൻ പറയട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം. ഷെയ്ക്ക് വന്നതിന് ശേഷം നമുക്ക് കാസ്ട്രോ അല്ല മറ്റേ കാർലോ ഇല്ല, സിറ്റിക്കകത്ത് കാർലോ, പിന്നെ അവരുടെ മറ്റേ മെയിൻ ആയിട്ടുള്ള ആൾക്കാര് ഈ ഇഷ്യൂ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. റാംബോയും വേണം, ഈ മൈക്കി എന്ന് പറഞ്ഞ ആളില്ലേ, ആളും വേണം. എന്നിട്ട് അവരെന്നെ പറയട്ടെ, രണ്ട് സൈഡ് ഒരുമിച്ച് ഒരു സൊല്യൂഷൻ പറയട്ടെ. അത് വ്യൂവേഴ്സും കാണട്ടെ എന്താ സൊല്യൂഷൻ എന്നുള്ളത്. സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന സംസാരിച്ച് രണ്ട് സ്ട്രീം. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കിത് സിറ്റുവേഷൻ ആക്കണമെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് ഇന്നലെ എന്നെ അവിടെ പിടിക്കായിരുന്നു. ഞാൻ ഇത് സിറ്റുവേഷൻ ആക്കാനൊന്നും പറ്റിയതില്ല. ഇന്നലെ ഈ സിറ്റുവേഷൻ കഴിഞ്ഞ അപ്പോഴ് ഞാൻ എന്തോന്ന് RP എൻ്റെ ആക്കി ഞാൻ പുറത്തിറങ്ങി. മനസ്സിലായി? എനിക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് അവിടെ നിന്ന ഞാൻ അവിടെ സിറ്റുവേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് അത് സിറ്റുവേഷൻ ആവും എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ അപ്പോഴേ ഞാൻ ട്രിഗർ ആവും. എനിക്ക് അത് അത്രയ്ക്ക് എന്റെ മൈൻഡിൽ തട്ടിയടാ. അപ്പം പറഞ്ഞ ആ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ മൈൻഡിൽ അത്രയ്ക്ക് കൊണ്ട്. കാരണം എന്ന് പറഞ്ഞാലേ എന്റെ മൈൻഡിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു, എന്ത്, ഇത് നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്, ഈ ഗ്യാങ്ങിനെ റെസ്പെക്ട് ചെയ്യണം, ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പം ഈ താഴെ തട്ടി നിൽക്കണ ഇവന്മാർക്ക് അങ്ങനെ ഒരു സാധനം ഇവന്മാർക്ക് ഇല്ലെന്നുണ്ടെങ്കിലേ നമുക്കെന്തിനാ എടാ എനിക്ക് ഈ സിറ്റുവേഷൻ വന്ന് ഞാൻ ഇവിടെ നിൽക്കണ എനിക്ക് ഈ സിറ്റുവേഷൻ വന്ന് ഈ നമ്മളെ വിശ്വസിച്ച് നമ്മളെ ഈ ഗ്യാങ്ങിൽ വന്ന ബാക്കി ഇത്ര ആൾക്കാരുണ്ട്. ഇവർക്ക് ആർക്കെങ്കിലും നാളെ ഇവന്മാർ പിടിച്ചോണ്ട് എന്തെങ്കിലും ചെയ്യേ അല്ലെങ്കിൽ അടിക്കുക എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് അപ്പോഴും നമ്മൾ എന്ത് പറയണോ? എടാ മുത്തേ, അത് KVA ആണ്. നമുക്ക് KVA ഒന്നും ചെയ്യാൻ പറ്റൂല. അവര് നമ്മളെ റെസ്പെക്ട് ചെയ്യണം. അവര് നമ്മളെ അടിച്ച് നമ്മളെ മറ്റേ മൂലത്തി അടിച്ച് കയറ്റിയാലും നമ്മൾ ഒന്നും മിണ്ടാതെ സൈഡിൽ കൂടെ പോകണമെന്ന് പറയണോ? അതല്ല റാംബോ, ഞാനൊരു കാര്യം പറ്റും. ഒരു മിനിറ്റ് ചേച്ചാ, ഞാൻ പറയട്ടെ. അവിടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ലെവലിൽ ഇരിക്കുന്നവർക്കൊക്കെ നമ്മൾ ഒരുമിച്ച് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അതിൽ ചെറിയൊരു മെമ്പേഴ്സ് കാണിക്കുന്ന മിസ്റ്റേക്ക്, അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആ അവരെ മറ്റേ മെയിൻ ആയിട്ടുള്ള ആൾക്കാരില്ലേ, അവരുടെ അടുത്ത് കാര്യം പറയാം. അവരവരുടെ ഗാങ്ങിന്റെ സൈഡ് അവര് ചിന്തിക്കട്ടെ. മീൻസ് ആ പ്ലെയർ അവര് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. അതല്ല നല്ലത്. ഇനിയിപ്പോ അത് ഷെയ്ക്കും കൂടി വരണം എന്റെ അഭിപ്രായത്തില്. ബിലാല് പറഞ്ഞ പോലെ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ ഉണ്ടവരായിട്ട് പോയിട്ട് സംസാരിക്കാം. അതെ, ഷെയ്ക്ക്, ഷെമീർ, റാംബോ എല്ലാരും കൂടിയിട്ടേ ഒന്ന് മെച്ചോർഡ് ആയിട്ടുള്ള ആൾക്കാര്, പിന്നെ
അദ്ദേഹമായിട്ട് സംസാരിക്കണ്ട. അപ്പൊ അവര് മെച്ചൂർഡ് ആയിട്ടുള്ള ആൾക്കാർ, ഈ പറഞ്ഞ ആൾക്കാരും തമ്മിൽ രണ്ട് കൂട്ടരിരുന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് സിറ്റിയിൽ തന്നെ ഒരു തീർക്കട്ടെ ഇത് പരിപാടി. ഇഷ്യൂ സോൾവ് സിറ്റിയിൽ തന്നെ. അതാ നല്ലത്. ഷെയ്ക്ക് കുറച്ച് ലൈവ് വരുമായിരിക്കും. ഉണ്ടായിരുന്നവര് പോയിട്ട് സംസാരിക്കും ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ അവർക്ക് നമ്മളെ ഭാഗം അവര് കേൾക്കട്ടെ, അവര് പറയാനുള്ള. അല്ല മറ്റേ ഞാൻ പറയട്ടെ അപ്പൊ സംഭവിച്ചാല് കാസ്ട്രോ ഒക്കെ ഇന്നലെ ബിസി വന്നായിരുന്നു. അപ്പൊ അവരും നല്ല രീതിക്ക് നമ്മളായിട്ട് ഒരുമിച്ച് പോണം എന്നുള്ള രീതിക്ക് തന്നെയാണ് സംസാരിച്ചത്. ഇതിന്റെ അകത്ത് കാസ്ട്രോ എന്ന് പറയുന്ന അവനൊന്നും ഒന്നിലുമില്ല. ഏതൊരു എന്താ പേര്. അല്ല അതില് ഡ്രാഗണും മറ്റേ അമ്മായി അങ്ങനെ പിന്നെ ഹൗക്കി ഇവരൊക്കെ വർക്കിച്ചവരൊക്കെ വന്ന് നല്ല രീതിയിൽ സംസാരിച്ചു പോയതാ. പിന്നെ എന്താണെന്ന് അറിയില്ല ഈ മൈക്ക് എന്ന് പറഞ്ഞ ആളുകൾ എന്താണെന്ന് അറിയില്ല. അപ്പൊ അത് അവന്റെ എന്തുകൊണ്ടാണ് അവൻ ഇത്രയും ട്രിഗർ ആയി എന്നുള്ളത് തന്നെ നമുക്ക് സിറ്റിയിൽ തന്നെ അന്വേഷിക്കാം എന്താന്നുള്ളത്. അത് ബെറ്റർ ആവാം. അത് നല്ലൊരു തീരുമാനം. അവനത് റിഗ്രറ്റ് ആവുന്നുണ്ടെങ്കിൽ സിറ്റിയിൽ തന്നെ സോറി പറഞ്ഞ് തീർക്കാലോ. അത് നല്ല തീരുമാനം. അല്ലാതെ ആരും റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കണ ശരിയല്ല. അത് റാംബോ ഇന്നലെ മുതൽ പറഞ്ഞാണ്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ അതങ്ങനെ തീർക്കാം റാംബോ. അപ്പാപ്പ കേറ്